എല്ലായിടത്തും വാഴയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കവുങ്ങുണ്ട്. കുറേ സ്ഥലത്ത് നട്ട് വെച്ചിട്ടുണ്ടാണ്. ഞാൻ ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ വണ്ടിയിൽ നിന്ന്. കണ്ടോ, എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഇനി മല്ലു കണക്ഷൻ എന്നാണ് ഞാനിവിടെ ഡ്രൈവറോട് ചോദിച്ചത്. ഇപ്പോൾ പറഞ്ഞു ഇല്ല, ഇതൊക്കെ കാട്ടുവാഴയാവുമല്ലോ, ആരും നട്ടതൊന്നുമല്ല, ഇത് തനിയെ മുളച്ചു വന്നതാണെന്നാണ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. कॉलेज में इन केरला? ओ वेर? കൊച്ചി, തൃശ്ശൂർ, ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം. വാവ്. പേര് ഫിഷറീസ് കോഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അർത്തലിംഗ് നമ്രൂം എന്ന് പറയുന്ന മാഡമാണ് മീൻ പിടിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ കിട്ടിയത്? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പാസിന് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വരും. അപ്പോൾ ഡിന്നറിനുള്ള മീൻ ദാ ഈ നദിയിൽ നിന്ന് ഇവർക്ക് കിട്ടും. മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ നിന്ന് 16 കിലോമീറ്റർ പുറപ്പെട്ടു പോയാൽ ഇന്ത്യയുടെ അതിർത്തി ഗ്രാമത്തിൽ ചെന്നു നിൽക്കും. അതിർത്തികളിലെ ജീവിതം കാണാൻ വലിയ താല്പര്യമുള്ള ഞാൻ അങ്ങനെയാണ് തരിയ എന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടത്. ടാക്സി ഡ്രൈവർ പറഞ്ഞു കൊതിപ്പിച്ചതോടെ അതിർത്തി ഗേറ്റും ഗ്രാമത്തിലെ മനുഷ്യരും 0 പോയിന്റുമൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തി. ചിറാപുഞ്ചിയിലെ മനോഹരമായ റോഡിലൂടെ വളഞ്ഞും പുളഞ്ഞും വാഹനം നീങ്ങി. നമ്മളെപ്പോഴും ഭൂപടത്തിൽ നോക്കുമ്പോൾ രാജ്യാതിർത്തികളൊക്കെ വളരെ ഡ്രാമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നാറില്ലേ? എന്നാൽ ഓൺ ദ ഗ്രൗണ്ടിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ കാര്യങ്ങൾ. മറ്റ് അതിർത്തികളിലൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ്. രാജ്യാതിർത്തികളിൽ പലപ്പോഴും ഇരു രാജ്യങ്ങളിലെയും അവസാന ഗ്രാമത്തിലെ മനുഷ്യർ പരസ്പരം സൗഹാർദ്ദത്തോടെ സുന്ദരമായി ജീവിക്കുന്നത് കാണാം. തരിയ എന്ന നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമവും അങ്ങനെ തന്നെയാവുമെന്ന പ്രതീക്ഷയിലാണ് എൻ്റെ യാത്ര. യാത്രയിൽ പകുതി ദൂരം പിന്നിടുമ്പോൾ ബൈനോക്കുലറുമായി ആളുകൾ നിൽക്കുന്നത് കാണാം. അതിർത്തിക്കപ്പുറം തെളിഞ്ഞു കാണുന്ന ബംഗ്ലാദേശ് ബൈനോക്കുലറിലൂടെ നോക്കാം. അതിർത്തി ഗ്രാമവും പുഴയും ബോട്ടുകളും കൃഷിപ്പാടങ്ങളും വീടുകളും ഒക്കെ ഇപ്പുറത്തു നിന്ന് കാണാം. ഇത് ഈ അതിർത്തിയിൽ എപ്പോഴും ഉണ്ടാകും. ഇവിടെ ഒരാൾ കണ്ടോ, ഇദ്ദേഹം 20 രൂപ കൊടുത്താൽ നമുക്ക് ബൈനോക്കുലറിലൂടെ ഇത് കാണിച്ചു തരും. അതിനാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ 2 ബൈനോക്കുലറുകളുമായിട്ട് 2 ആൾക്കാരുണ്ടാവും. 20 രൂപ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവരെന്ത് ചെയ്യും, ഇതിലൂടെ ഇങ്ങനെ അവിടെ കാണിച്ചു തരും. ഇവിടെ ഇനി നോക്കിയാൽ കാണാമെന്ന് എനിക്കറിയില്ല, പക്ഷേ വിൽ ട്രൈ. പക്ഷേ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാണാൻ പോകുന്ന പൂരത്തിന്റെ ഒരു സാമ്പിൾ ബൈനോക്കുലറിലൂടെ കണ്ട് ഞാൻ യാത്ര തുടരുകയാണ്. അതിർത്തി ഗ്രാമമായ തരിയയോട് അടുക്കുന്തോറും റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ നിറയെ വാഴകൾ റോഡിനിരുവശവും പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും വാഴകൾ റോഡിനിരുവശവും ആരു നട്ടുവെച്ചെന്നത് അത്ഭുതമായി. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ കാട്ടുവാഴയാണെന്ന് ഉത്തരം. വാഴക്കുലകൾ പശുക്കൾക്കും മറ്റു കന്നുകാലികൾക്കും പക്ഷികൾക്കുമൊക്കെ ആഹാരമാണെന്നും വിശദീകരിച്ചു. എല്ലായിടത്തും വാഴയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കവുങ്ങുണ്ട്. കുറേ സ്ഥലത്ത് നട്ട് വെച്ചിട്ടുണ്ടാണ്. ഞാൻ ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ വണ്ടിയിൽ നിന്ന്. കണ്ടോ, എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. ഇനി മല്ലു കണക്ഷൻ എന്നാണ് ഞാനിവിടെ ഡ്രൈവറോട് ചോദിച്ചത്. ഇപ്പോൾ പറഞ്ഞു ഇല്ല, ഇതൊക്കെ കാട്ടുവാഴയാവുമല്ലോ, ആരും നട്ടതൊന്നുമല്ല, ഇത് തനിയെ മുളച്ചു വന്നതാണെന്നാണ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. കണ്ടില്ലേ, എനിക്ക് അത്ഭുതമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇതെങ്ങനെയായിരിക്കും ഇവിടെ വന്നത് ഇത്രയും ദൂരത്ത്? സൗത്ത് ഇന്ത്യയിലാണ് ഇങ്ങനെ വാഴക്കൃഷി ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ സംസ്ഥാനത്തും ഉണ്ടാകും, എന്നാൽ കൂടെ ഇത്രയും ഇങ്ങനെ വാഴക്കൃഷി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കാണെങ്കിൽ ഇതിങ്ങനെ വെറുതെ പൊട്ടിമുളച്ച് വളർന്നേക്കാണ്.
BSF ഉദ്യോഗസ്ഥരുള്ള കർക്കശ നിയന്ത്രണങ്ങളുള്ള ഒരു അതിർത്തി ഗേറ്റും പ്രതീക്ഷിച്ചാണ് ഞാൻ തരിയയിൽ കാലുകുത്തിയത്. സത്യത്തിൽ തരിയ ഗ്രാമത്തിന്റെ രാജ്യാതിർത്തി ശരിക്കും നമ്മളെ ഞെട്ടിക്കും. ദൌക്കി നദി അതിരു തീർക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ഗ്രാമം. തരിയയിലുള്ളവർ ദൌക്കിയിലെ 0 പോയിന്റിൽ നിന്ന് മീൻ പിടിക്കുന്നു. BSFന്റെ കാവലുണ്ടെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള വലിയ കവാടമുണ്ടെങ്കിലും അതൊന്നും സഞ്ചാരികളെ അലോസരപ്പെടുത്തുകയില്ല. സഞ്ചാരികൾക്ക് സുഗമമായി 0 പോയിന്റിലെത്തി ദൌക്കി നദിയിലേക്ക് ഇറങ്ങാൻ അതിർത്തിയിലൊരു ഇടവുമുണ്ട്. അതുവഴി താഴേക്കിറങ്ങിയപ്പോൾ മുന്നിൽ തെളിഞ്ഞൊഴുകുന്ന നദിയും ദൂരെ നമ്മുടെ അയൽ രാജ്യവും കണ്ണിന് വിരുന്നായി. അങ്ങനെ നമ്മള് മേലെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന സ്ഥലം അടുത്തെത്തിയിരിക്കുന്നു കേട്ടോ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബംഗ്ലാദേശ് കാണുന്നതാണ് ബംഗ്ലാദേശ്. നമ്മളവിടെ എത്തിയിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പുഴ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുഴ കാണാൻ നല്ല നീല കളർ. ഞാൻ അടുത്തേക്ക് പോട്ടെ. എൻ്റെ പുറകിൽ കണ്ടോ നിങ്ങൾ അവിടെ ഒരു ഉത്സവപ്പറമ്പ് പോലെ ഒരു സ്ഥലം, അതാണ് ബംഗ്ലാദേശ്. അപ്പോൾ അവിടെ അവരുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതാണ് അവിടെ അത്രയും ആൾക്കൂട്ടം, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാനിതാ ഈ ഇന്ത്യയുടെ ഭാഗമായ ഈ 0 പോയിന്റിലാണ് നിന്ന് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള അവകാശമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇതാ ഈ നദിക്കരയിൽ നിന്ന് ഈ മനോഹരമായ കാഴ്ച ഞാൻ ആസ്വദിക്കുകയാണ്. തരിയ ഗ്രാമത്തിലെ സ്ത്രീകൾ ഇവിടെ സ്ഥിരമായി മീൻ പിടിക്കാനെത്തും. നേരം പോക്കും അത്താഴത്തിനുള്ള ഒരു വിഭവവും ഇവർക്കിവിടെ നിന്ന് ഒപ്പിക്കാനാവും. മറുകരയിൽ ബംഗ്ലാദേശികളും ഇങ്ങനെയൊക്കെ തന്നെ. കോളേജ് കേരള, ഓ വേർ കൊച്ചി, തൃശ്ശൂർ, ആലപ്പുഴ, തൃശ്ശൂർ, തിരുവനന്തപുരം. വാവ്. അർത്തലിംഗ് നമ്രൂം എന്ന് പറയുന്ന മാഡമാണ് മീൻ പിടിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ കിട്ടിയത്? ഒരുപാട് മീൻ കിട്ടിയിട്ട് കുറേ നേരമായിട്ട് ഇരുന്ന് പിടിച്ചതാ. പിന്നെ ഇവർ പറഞ്ഞ ഇവരുടെ മോള് തിരുവനന്തപുരത്ത് ഫിഷറീസിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ നല്ല കാര്യമല്ലേ, നമ്മളെ നാട്ടിൽ വന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞു. വാട്ട് വിൽ യു ഡു വിത്ത് ദിസ്? ഫോർ ഈറ്റിംഗ്. ഓ, ഇത് ഇവരുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കാനാന്നാ പറയുന്നത് കേട്ടോ. വീട്ടിൽ പാചകം ചെയ്ത്, ഞാൻ വിചാരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആണോ, വീട്ടിൽ പോയി പാചകം ചെയ്ത് കഴിക്കും. ഓ, വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പാസിന് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വരും. അപ്പോൾ ഡിന്നറിനുള്ള മീൻ ഈ നദിയിൽ നിന്ന് ഇവർക്ക് കിട്ടും. അതും കൊണ്ട് ഇവർ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയിട്ട് കറി വെച്ച് കഴിക്കുമെന്നാണ് പറഞ്ഞത്. സൂപ്പർ അല്ലേ? ബട്ട് ഇറ്റ്സ് സ്മോൾ സൈസ്, സ്മോൾ ഫിഷ്. ബട്ട് യു ആർ ഹാപ്പി. You are happy. That much I got. Oh yeah, that much you got. You are happy. Yeah. അവർക്ക് പ്രോൺ കിട്ടി. അവർ പറയുന്നത് കിട്ടിയത് കൊണ്ട് ഞാൻ സന്തോഷവതിയാണെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് കറി വെച്ച് കഴിക്കുന്ന പറയും. തരിയയിൽ അതിർത്തി വരയ്ക്കുന്നത് കൂറ്റൻ മതിലുകളോ പേടിപ്പെടുത്തുന്ന മുള്ളുവേലികളോ അല്ല. അത് തെളിനീരായി ഒഴുകുന്ന ദൌക്കി നദിയാണ്. 2 രാജ്യങ്ങളുടെയും ജീവനാഡിയാണ് ഈ നദി. രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങി മറിയുമ്പോഴും ദൌക്കിയും അതിർത്തിയിലെ മനുഷ്യരും കലുഷിതമാകാതെ നിലനിൽക്കും. ചിറാപ്പുഞ്ചിയിലെ മഴത്തുള്ളികളെ ആശ്രയിച്ച് കൃഷിയും ജീവിതവും ക്രമീകരിച്ചവരാണ് തരിയക്കാർ. അശാന്തമായ അതിർത്തി ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞുകേട്ടറിഞ്ഞ് തരിയാഘട്ടിലെത്തുന്നവർക്ക് കാണാനും അനുഭവിക്കാനുമാകുക മറ്റൊരു കഥയാണ്. അതിർത്തി കാണാനെത്തുന്ന സഞ്ചാരികൾക്കായി ഇവിടെ ഹോം സ്റ്റേകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൂര്യോദയം കാണാൻ നിരവധി പേരിവിടെ എത്താറുണ്ട്. മൊബൈൽ ക്യാമറ ഒന്ന് സൂം ചെയ്തു പിടിച്ചാൽ അയൽ രാജ്യത്തെ നദിക്കരയും നമുക്ക് ഒപ്പിയെടുക്കാം ഇവിടെ നിന്ന്. കവുങ്ങും വെറ്റിലക്കൊടിയും പച്ചക്കറികളുമൊക്കെ തരിയ ഗ്രാമവാസികൾ നട്ടു വളർത്തുന്നുണ്ട്. സൺഡേ മാർക്കറ്റുകളിൽ ഇവ വിൽക്കാൻ വെച്ച് പണം നേടും. ഏതൊരു നോർത്ത് ഈസ്റ്റ് ഗ്രാമത്തെയും പോലെ വളരെ സ്ലോ ആണ് തരിയയിലെ ജീവിതം. ചിറാപ്പുഞ്ചിയിൽ എത്തുന്നവർക്ക് വേർത്ത് വിസിറ്റിംഗ് ആണ് തരിയ. മറ്റൊരു വീഡിയോയുമായി വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.